ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ടെക് ഭീമനായ അസ്യൂസ് സ്മാർട്ട് ഫോൺ ബിസിനസ്സിൽ നിന്ന് പിന്മാറുന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2026 മുതൽ ഫോൺ ലോഞ്ചുകൾ നിർത്തി AI-യും എന്റർപ്രൈസ് ടെക്നോളജികളും കേന്ദ്രീകരിച്ച പുതിയ ബിസിനസ് ദിശയിലേക്കാണ് കമ്പനി നീങ്ങുന്നത്. ഭാവിയിലെ വളർച്ച സ്മാർട്ട് ഫോൺ വിൽപ്പനയിലൂടെ അല്ല എന്ന തിരിച്ചറിവാണ് അസ്യൂസ് AI കൊമേഴ്സ്യൽ PC എന്റർപ്രൈസ് സെഗ്മെന്റുകളിലേക്ക് തിരിയാൻ കാരണമായത്. ക്ലൗഡ് സ്റ്റോറേജ് സേവനങ്ങൾ, സ്റ്റോറേജ് സൊല്യൂഷനുകൾ, പ്രത്യേകിച്ച് AI ഡാറ്റാ സെന്ററുകൾക്ക് അടിസ്ഥാനമായ എന്റർപ്രൈസ് ലെവൽ മെമ്മറി ചിപ്പുകൾ എന്നിവയുടെ വികസനത്തിലേക്കാണ് കമ്പനി പ്രധാന നിക്ഷേപം മാറ്റിയിരിക്കുന്നത്. തായ്പേയിൽ നടന്ന കമ്പനി പരിപാടിയിലാണ് അസ്യൂസ് ചെയർമാൻ ഫോണുകളുടെ ലൈനപ്പ് വിപുലീകരണം പൂർണ്ണമായി അവസാനിപ്പിച്ചതായി വ്യക്തമാക്കിയത്. AI കേന്ദ്രീകരിച്ചുള്ള സിസ്റ്റങ്ങളിലാണ് ഇനി കമ്പനിയുടെ പ്രധാന ശ്രദ്ധ. ഇതിനു പുറമെ റോബോട്ടിക്സ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം തുടങ്ങിയ മേഖലകളിലും നിക്ഷേപം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. AI സിസ്റ്റങ്ങളും അനുബന്ധ ഹാർഡ്വെയർ പരിഹാരങ്ങളും അസ്യൂസിന്റെ ബിസിനസ്സിന് ദീർഘകാല വളർച്ച നൽകുമെന്നാണ് കമ്പനിയുടെ കണക്കുകൂട്ടൽ. വിവിധ AI മോഡലുകൾക്കും പ്ലാറ്റ്ഫോമുകൾക്കും അനുയോജ്യമായ ഹാർഡ്വെയർ ഡിസൈനുകൾ, AI സെർവറുകൾ, ക്ലയന്റ് സിസ്റ്റങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിലൂടെ എന്റർപ്രൈസ് വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് അസ്യൂസിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിൽ വലിയ മാറ്റങ്ങളുമായി എത്തിയിരിക്കുകയാണ്. സൂപ്പർ പ്രീമിയം വിഭാഗങ്ങളിലെ വില വർധനയോടൊപ്പം പുതിയ മാസ പ്ലാനുകൾ അവതരിപ്പിച്ച് കമ്പനി പുതുക്കിയ നിരക്കുകൾ ജനുവരി 28 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചു. 79 രൂപയാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഏറ്റവും കുറഞ്ഞ മൊബൈൽ പ്ലാൻ നിരക്ക്. പുതുക്കിയ നിരക്കുകൾ 2026 ജനുവരി 28 മുതൽ പ്രാബല്യത്തിൽ വരും. ഉപയോക്താക്കളുടെ കാഴ്ചശീലങ്ങൾ വിലയിരുത്തിയാണ് പുതിയ നിരക്കുകൾ നിശ്ചയിച്ചതെന്ന് ജിയോ ഹോട്ട്സ്റ്റാർ അധികൃതർ വ്യക്തമാക്കി. മൊബൈൽ ഉപയോക്താക്കൾക്കായി ഒരു മാസത്തേക്കുള്ള പ്ലാൻ 79 രൂപയ്ക്കാണ് ലഭിക്കുക. മൊബൈൽ ത്രൈമാസവും വാർഷികവും പ്ലാനുകളുടെ നിരക്ക് യഥാക്രമം 149 രൂപയും 499 രൂപയുമായിരിക്കും. സൂപ്പർ പ്ലാനിന് മാസം 149 രൂപ നൽകണം. സൂപ്പർ ത്രൈമാസ പ്ലാനിന്റെ വില 299 രൂപയിൽ നിന്ന് 349 രൂപയായും വാർഷിക പ്ലാൻ 899 രൂപയിൽ നിന്ന് 1099 രൂപയായും ഉയർത്തി. പ്രീമിയം പ്ലാനിന് മാസനിരക്ക് 299 രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രീമിയം ത്രൈമാസ പ്ലാൻ 499 രൂപയിൽ നിന്ന് 699 രൂപയായും വാർഷിക പ്ലാൻ 1499 രൂപയിൽ നിന്ന് 2199 രൂപയായും വർദ്ധിപ്പിച്ചു. ഹോളിവുഡ് ഉള്ളടക്കങ്ങൾ ഇനി സൂപ്പർ പ്രീമിയം പ്ലാൻ ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും ലഭിക്കുക. മൊബൈൽ പ്ലാൻ ഉപയോക്താക്കൾക്ക് ഹോളിവുഡ് കണ്ടന്റ് ലഭിക്കണമെങ്കിൽ ആഡ് ഓൺ സംവിധാനം ഉപയോഗിക്കണം. നിലവിൽ ജിയോ ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കുന്നവർക്ക് ഓട്ടോ റിന്യൂവർ സജീവമായിരിക്കുന്നതുവരെ പഴയ പ്ലാനുകളിൽ തുടരാൻ കഴിയും. ഗൂഗിൾ പ്ലേയിൽ 100 കോടി ഡൗൺലോഡുകൾ നേടിയ ജിയോ ഹോട്ട്സ്റ്റാറിന് ഇന്ത്യയിൽ നിലവിൽ ഏകദേശം 45 കോടി പ്രതിമാസ സജീവ ഉപയോക്താക്കളുണ്ടെന്നാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ വേഗത്തിൽ പിടിമുറുക്കുകയാണ്. വിപണിയിൽ പ്രവേശിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 1000 യൂണിറ്റ് വിൽപ്പന പിന്നിട്ട് കമ്പനി 2026 3 പുതിയ ഇലക്ട്രിക് മോഡലുകൾ കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് 2025 സെപ്റ്റംബറിൽ VF6, VF7 മോഡലുകളുമായി ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്. പ്രവർത്തനം ആരംഭിച്ച് 4 മാസത്തിനുള്ളിൽ തന്നെ കമ്പനി 1000 യൂണിറ്റ് വിൽപ്പന എന്ന നാഴികക്കല്ല് പിന്നിട്ടു. അതോടൊപ്പം രാജ്യത്തുടനീളം വിൽപ്പനയും സേവന ശൃംഖലയും ക്രമാനുഗതമായി വിപുലീകരിച്ചിരിക്കുകയാണ്. 2026 ഇതുവരെ 200-ലധികം ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കാനായതായി കമ്പനി വ്യക്തമാക്കി. 3 പുതിയ മോഡലുകൾ കൂടി വിവിധ സെഗ്മെന്റുകളിലായി പുറത്തിറങ്ങുന്നതോടെ ഈ കണക്കുകൾ ഗണ്യമായി ഉയർന്നേക്കുമെന്നാണ് പ്രതീക്ഷ. വരാനിരിക്കുന്ന പ്രധാന മോഡലുകളിലൊന്നായ വിൻഫാസ്റ്റ് ലിമോ ഗ്രീൻ 3 വരി ഇലക്ട്രിക് MPV ഫെബ്രുവരിയിൽ തന്നെ ഷോറൂമുകളിലെത്തും. ഇക്കോ, കംഫർട്ട്, സ്പോർട്ട് എന്നിങ്ങനെ 3 ഡ്രൈവിംഗ് മോഡുകളോടെയാണ് വാഹനമെത്തുന്നത്. ഇന്ത്യയിലെത്തുന്ന പതിപ്പിലും ഇതേ പവർ ട്രെയിൻ ലഭിക്കുമെന്നാണ് സൂചന. ഇതോടൊപ്പം വിൻഫാസ്റ്റ് VF5 സബ് കോമ്പാക്ട് EVയും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും. ഇന്ത്യൻ വിപണിയിൽ ഇത് ടാറ്റ പഞ്ച് EVയുമായി നേരിട്ടുള്ള മത്സരം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ VF6ന് താഴെ സ്ഥാനം പിടിക്കുന്ന വിൻഫാസ്റ്റ് VF3 2 ഡോർ മൈക്രോ ഇലക്ട്രിക് കാറും അവതരിപ്പിക്കും. 8 മുതൽ 10 ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കുന്ന ഈ മോഡൽ നഗര ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള താങ്ങാനാവുന്ന ഇലക്ട്രിക് കമ്മ്യൂട്ടർ വാഹനമായിരിക്കും. പൂർണ്ണ ചാർജിൽ ഏകദേശം 210 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ വാഹനം MG കോമറ്റ് EVയുമായി മത്സരിക്കും.
പുതിയ മോഡലുകളുടെ ലോഞ്ചോടുകൂടി ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ വിൻഫാസ്റ്റിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.